ഹലോ സുഹൃത്തുക്കളെ, അപ്പം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കോട്ടയത്തുള്ള റോയൽ ബജാജ് ഷോറൂമിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഓണം ഓഫേഴ്സ്, നമുക്ക് എല്ലാ ഡീറ്റെയിൽസും, എല്ലാ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളും, അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സും വേരിയൻസും എ ടു യൂസർ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറയുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹാട്രിക് ഓഫർ എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനവും 5000 രൂപയുടെ ക്യാഷ് ബാക്കും 4000 രൂപയുടെ ബജാജ് ഫിനാൻസിലൂടെ നിങ്ങൾക്ക് പ്രോസസ്സിംഗ് ഫീ കട്ടായി കിട്ടുന്നതായിരിക്കും. ഇനി ഓരോ വണ്ടിയുടെയും ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ചേതകിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കമ്പനിയിൽ ഇപ്പോൾ പ്രസൻ്റ് സ്റ്റോക്ക് ഉള്ളത് ബേസ് മോഡലായ 3001ഉം അതിന് തൊട്ട് മുകളിലത്തെ വേരിയൻ്റായ 3503യുമാണ്. ടോട്ടൽ നമുക്ക് 4 വേരിയൻസ് ആയിട്ടാണ് വണ്ടി വരുന്നത്. ഇത് കൂടാതെ തന്നെ 3502ഉം അത് ടോപ്പ് മോഡൽ ആയിട്ട് 3501ഉം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ബേസ് മോഡൽ എന്തൊക്കെയാണ് ലാക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. TFT ഡിസ്പ്ലേ ആണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ. പിന്നെ ഒരു മേജർ ചേഞ്ച് വരുന്നത്, പിന്നെ നമുക്ക് സൈഡിൽ ഗ്രാഫിക്സ് വരുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് പറയാം. ചേതക് എന്നൊരു പേരാണ് നമുക്ക് 3503യിൽ സൈഡിൽ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ വണ്ടിയുടെ സൈഡിൽ നമുക്ക് ഗ്രാഫിക്സ് ആണ് കാണാൻ പറ്റുന്നത്. സോ ഈ വണ്ടി നമുക്ക് 1.2 lakhs ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്നതാണ്. സോ ഫ്രണ്ടിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ DRL കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അക്കാര്യത്തിലൊന്നും വ്യത്യാസമില്ല. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ TFTയിലേക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ബ്രൈറ്റ്നെസ് കുറച്ച് കുറവായിരിക്കും. സ്പീഡോമീറ്റേഴ്സ് എല്ലാം ഡിജിറ്റലി നമുക്ക് കിട്ടും. ബൂട്ട് കപ്പാസിറ്റിയാണ് 35 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി വരുന്നുണ്ട്. ചാർജിങ് പോർട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. നമുക്ക് ഗ്രോസറീസ് അതുപോലെ ബുക്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട് അവിടെ. ഇനി നമുക്ക് അതിന് തൊട്ട് കൂടിയ മോഡൽ 3503യെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വണ്ടിക്ക് ഏകദേശം ഒരു 150 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. 3.5 കിലോവാട്ടാണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. ഓൺ റോഡ് ഒരു 1,28,000 റുപ്പീസിന് നമുക്ക് ഇറക്കാൻ പറ്റും. ഉള്ള ഡിസൈനിലൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ബട്ടൺസും കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട്. ഹോണും ന്യൂട്രലും ഡ്രൈവും കാര്യങ്ങളും സെലക്ട് ചെയ്യാം വണ്ടിയുടെ. ഇങ്ങനെയാണ്, അത്യാവശ്യം നല്ല ക്യൂട്ട് വണ്ടി തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതാണ് പ്ലാറ്റിന. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വണ്ടി തന്നെയാണ് പ്ലാറ്റിന. മൈലേജ് കിങ് എന്നാണ് അറിയപ്പെടുന്നത് പ്ലാറ്റിന. ഇത് 100cc പ്ലാറ്റിനയാണ്. നമുക്ക് ആക്ച്വലി വണ്ടി 110cc ഒരു മോഡലും വരുന്നുണ്ട്. ഇത് 100cc വണ്ടിയാണ്. ഇത് ഏകദേശം ഒരു 103 കിലോമീറ്ററാണ് മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് റിയൽ ലൈഫിൽ അത്യാവശ്യം ഒരു 80-85 കിലോമീറ്ററൊക്കെ എന്തായാലും നമുക്ക് വണ്ടിക്ക് കിട്ടും. സോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 97,400 ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളുമാണ് വരുന്നത്. ഡിജിറ്റൽ ഒന്നും അല്ല, അതൊക്കെ നോർമലായിട്ടുള്ള ഡിസ്പ്ലേ. അതുപോലെ നമുക്ക് ഗ്രാഫിക്സ്, ഒരു റെഡ് ഗ്രാഫിക്സ് ഈ മോഡലിൽ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന വണ്ടി. സ്പീക്കർ സ്റ്റാർട്ടും കാര്യങ്ങളും, ആൻറ്റി സ്കിഡ് ബ്രേക്കിംഗ് സിസ്റ്റം ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കംഫോർട്ടെക്കിൻ്റെ ഒരു ബ്രാൻഡിങ് സസ്പെൻഷനിൽ കാണാം. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് DRLs വരുന്നുണ്ട്. നമുക്ക് എടുത്തു പറയേണ്ട തന്നെ ഒരു കാര്യമാണ്. മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാഹനമാണ്. അത്യാവശ്യം നമുക്ക് വണ്ടി ഇറങ്ങുന്നുണ്ട്. എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടി. സോ ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇത് 220F ആണ്, പൾസർ 220F. ഇതൊരു സിംഗിൾ മോഡല് നമുക്ക് കിട്ടുന്നു. വേരിയൻസ് ഒന്നും വരുന്നില്ല. ഫ്രണ്ട് മാത്രമാണ് വണ്ടിക്ക് ABS വരുന്നത്. ഫ്രണ്ട് ചാനൽ ABS ആണ്. നമുക്കൊരു മൈലേജ് ഏകദേശം ഒരു 45 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടും. നമുക്കിത് പുതിയ വേരിയൻ്റ്, ഇപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് കണക്ഷൻ വരുന്നൊരു വേരിയൻ്റ് ആണിത്. ഇപ്പോൾ ഒന്ന് ഡിസ്പ്ലേ ഒന്ന് ഓണാക്കി നോക്കാം. കണ്ടില്ല, അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് സ്പീഡോമീറ്റർ വരുന്നുണ്ട്, അതുപോലെ ടൈമും കാര്യങ്ങളും, ഓഡോമീറ്ററും ന്യൂട്രൽ പൊസിഷൻ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ലുക്കിലേക്കൊന്ന് പോകാം. ഫ്രണ്ട് ലുക്ക് ലൈറ്റ് ഇങ്ങനെയാണ് വരുന്നത്. നമുക്കതുപോലെ തന്നെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാനൊരു സോക്കറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടല്ലേ, 220F എന്നുള്ള ഗ്രാഫിക്സ് നമുക്ക് ഇവിടെ കാണാം. ബാക്കിലും ഡിസ്ക് വരുന്നുണ്ട്, ഫ്രണ്ടിലും ഡിസ്ക് വരുന്നുണ്ട്. വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,80,000 രൂപയാണ്. 1,80,000. ഇതിൻ്റെ മറ്റൊരു കളർ വേരിയൻ്റ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ബ്ലൂ വേരിയൻറ്റും ഇതിന് അവൈലബിൾ ആണ്. കാണാൻ വേണ്ടി ബ്ലൂ വേരിയൻറ്റ് ഇത് വരുന്നത്. ബ്ലാക്ക്
വിത്ത് ഗ്രേ ഷെയ്ഡാണ്. ഇനി അടുത്ത വണ്ടിയിലേക്ക് നമുക്ക് പോകാം. ഇത് RS200 ആണ്. RS200 ഒരു വൈറ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള യൂത്ത്സിനെല്ലാം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു റേസിംഗ് ഒരു എഡീഷനാണ് വണ്ടി വരുന്നത്, റേസിംഗ് സ്പോർട്ട് എഡീഷൻ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2,38,000 രൂപയാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ് വണ്ടിയുടെ. യൂസിനൊക്കെ ഫേവറേറ്റ് വണ്ടി തന്നെയാണ്. നമുക്ക് വണ്ടിയുടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗിയർ ഇൻഡിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ സ്പീഡോമീറ്ററും ഫ്യൂവലിൻ്റെയും RPM മീറ്ററും ബ്ലൂടൂത്ത് കണക്ഷൻ്റെ ഒരു ഡിസ്പ്ലേയും ആയിരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് ലുക്കിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഫ്രണ്ടിലേക്ക് തന്നെ നമുക്ക് നോക്കണം, അതിൻ്റെ DRLും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു ഈഗിളിൻ്റെ ഫേസ് പോലെ വണ്ടിയുടെ ഫ്രണ്ട് നമുക്ക് തോന്നുന്നുണ്ട്. ആ ഒരു പ്രൊജക്റ്റഡ് LED ഹെഡ് ലാമ്പ്സും അതുപോലെ ഡുവൽ ചാനൽ ABS ആണ് വണ്ടി വരുന്നത്. ഒരു റേസിംഗ് സ്പോർട്ട് എഡീഷൻ തന്നെയാണ് വണ്ടി. നല്ല ബൾജിങ് ആയിട്ടുള്ള ടയേഴ്സും കാര്യങ്ങളും. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇത് വരുന്നത് അവെഞ്ചറാണ്. അവെഞ്ചർ 2 മോഡൽ അവൈലബിൾ ആണ്. 160 സ്ട്രീറ്റും അതുപോലെ 220 ക്രൂയിസും. ഇത് 160 സ്ട്രീറ്റ് ആണ് മോഡൽ വരുന്നത്. അപ്പോൾ നമുക്കിത് 1,63,000 ആണ് നമുക്ക് വണ്ടി ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് പെട്രോൾ ടാങ്കിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരുന്നത്. സ്പീഡോമീറ്ററും കാര്യങ്ങളെല്ലാം നമുക്ക് അനലോഗ് വേയിട്ടാണ് വരുന്നത്. സോ വണ്ടി നമുക്ക് ഒരു ഹാർലി ഡേവിഡ്സൺ ലുക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ വണ്ടി തന്നെയാണ് അവെഞ്ചർ. നമുക്ക് ഫ്രീഡം 125 ഇവിടെ വന്നിട്ടുണ്ട്. ഫ്രീഡം 125 3 വേരിയൻസിൽ അവൈലബിൾ ആണ്. ഇത് ബേസ് മോഡൽ 1,19,000 ആണ്. പിന്നെ രണ്ടാമത്തെ മോഡൽ 1,25,000, മൂന്നാമത്തെ മോഡൽ 1,44,000 രൂപ. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഫുൾ ഓപ്ഷനിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഓഫേഴ്സും കാര്യങ്ങളും എല്ലാ വേരിയൻസിലും ഓഫേഴ്സ് വരുന്നുണ്ട്. 5,000 രൂപയുടെ ഓഫേഴ്സ് നമുക്ക് ഓണം പ്രമാണിച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വണ്ടി ഏതാണ്? 125 ആണ്. പൾസറിൻ്റെ ലെജൻഡറി 125 വേരിയൻറ്റ്. സോ ഇതിന് വരിക നമുക്ക് ആക്ച്വലി 2 വേരിയൻസ് ആണ്. ഒന്ന് നിയോൺ എന്ന് പറയും, അനലോഗ് ഡിസ്പ്ലേയും കാര്യങ്ങളും. ഒന്ന് ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്ന കാർബൺ. നമുക്ക് നിയോൺ ഡിസ്പ്ലേ ആണ്. ഫുള്ളി ഡിജിറ്റൽ ഡിസ്പ്ലേ അല്ല, സെമി ഡിജിറ്റൽ ഡിസ്പ്ലേ ആയിട്ട് വരും. ഇതിനാണ് 125cc. ഇത് തന്നെ വീണ്ടും നമുക്ക് സിംഗിൾ സീറ്റും അതുപോലെ ഡബിൾ സീറ്റും വരുന്നുണ്ട്. ഇത് ഡബിൾ സീറ്റ് വേരിയൻ്റ് ആണ്. ഇത് അതുപോലെ തന്നെ ഫുള്ളി ഡിജിറ്റൽ ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. മറ്റേ വണ്ടി എന്ന് പറയുന്നത് സിംഗിൾ സീറ്റും അതുപോലെ അനലോഗും ഡിസ്പ്ലേ. എനിക്ക് ആക്ച്വലി അതിന് പേഴ്സണലി ഇഷ്ടം അനലോഗ് ഡിസ്പ്ലേ ആണ്. നമുക്ക് ഈ വണ്ടിയുടെ റേറ്റ് വരുമ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്ക് അനലോഗ് മീറ്റർ വരുന്നതിന് 1,16,000, അതുപോലെ കാർബൺ ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നതിന് വിത്ത് ഡബിൾ സീറ്റ് 1,26,000 ആണ്. 1,16,000, 26,000, ഒരു 10,000 രൂപ കൂടെ എക്സ്ട്രാ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ സീറ്റും അതുപോലെ തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നമുക്ക് റിയൽ ലൈഫിൽ വണ്ടി ഒരു 65 കിലോമീറ്റർ മൈലേജൊക്കെ വണ്ടി എന്തായാലും തരും. ആ ഒരു പഴയ ഒരു സ്റ്റൈൽ ഇപ്പോഴും വണ്ടി നിലനിർത്തുന്നുണ്ട് എല്ലാ ആസ്പെക്ട്സിലും തന്നെ. വണ്ടിയുടെ ആ ഒരു കളർ തന്നെ നോക്കാം, ആ റെഡ് ഷെയ്ഡ്സും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് തന്നെയാണ് വണ്ടിയുടെ വരുന്നത്. 125cc. ഇപ്പോൾ വണ്ടിയുടെ ഈ ഡിസ്പ്ലേ ഒന്ന് നമുക്ക് നോക്കാം. എന്താ ഭംഗിയല്ലേ. സ്പീഡോമീറ്റേഴ്സൊക്കെ നമുക്ക് ഡിജിറ്റൽ തന്നെ ആയിട്ടാണ് ഇതിൽ തന്നെ കിട്ടും. പിന്നെ നമുക്ക് ഓഡോമീറ്റർ വരുന്നുണ്ട്, റേഞ്ചും കാര്യങ്ങളെല്ലാം. ബാറ്ററിയുടെ ലോ ബാറ്ററി എന്നുള്ളത് വരുന്നുണ്ട്. അതുപോലെ പെട്രോളിൻ്റെ ഇൻഡിക്കേഷനും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. കണ്ടിന്യൂ ഓഫ് ആക്കാം. ഇനി അടുത്ത വണ്ടി നമുക്ക് പൾസർ 150. പൾസർ 150യെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി ലുക്കിൽ ഏകദേശം സെയിം തന്നെയാണ്. പക്ഷെ നമുക്കിവിടെ ഒരു ഗ്രാഫിക്സ് അഡീഷണൽ ആയിട്ട് 150യുടെ ഒരു ഇത് വരുന്നുണ്ട് ബാഡ്ജിന്. ഏകദേശം ഒരു 55 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന മൈലേജ്. നമുക്ക് ഇതിന് വരുന്നത് ആക്ച്വലി ഇതിന് അതുപോലെ തന്നെ നിയോൺ വേരിയൻ്റ് ഉണ്ട്. നിയോൺ വേരിയൻറ്റിന് 1,44,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ABS കിട്ടുന്ന ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ഷൻ വരുന്ന. അതിന് 1,52,000 ആണ്. ഇപ്പോൾ ബ്ലൂടൂത്ത് കണക്ഷൻ ഇല്ലാത്ത വേരിയൻ്റാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ബ്ലൂടൂത്ത് ഇത് ഡബിൾ ഡിസ്ക് വരുന്ന ഫ്രണ്ട് ABS വരുന്നതിന് 1,57,000.
ഡബിൾ ഡിസ്കും അതുപോലെ ഡബിൾ സീറ്റും വരുന്ന ടോപ്പ് എൻഡ് വേരിയൻറ്റിനാണ് 1,57,000 വരുന്നത്. ഇതും 150 ബൈക്കാണ്, 150cc. ഇതാണ് ഡിജിറ്റൽ ഡിസ്പ്ലേ. ഞാൻ പറഞ്ഞ ഡിജിറ്റൽ ഡിസ്പ്ലേ ഈ വണ്ടിക്കാണ് വരുന്നത്. ഇത് ആക്സസറീസ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ ഈ വണ്ടിയിൽ ഈ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം. ഇതിപ്പം നമുക്ക് സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ വണ്ടിയുടെ പ്രൈസാണ് 1,52,000. ബാക്കി മേജർ ചേഞ്ചസ് ഒന്നുമില്ല. ലുക്കിലും കാര്യങ്ങളിലൊക്കെ സെയിം തന്നെയാണ്. ഉള്ളിൽ ചേഞ്ച് നമുക്ക് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ പ്രൈസ് 1,57,000. ഇനി അടുത്ത വണ്ടിയിലേക്ക് നമുക്ക് പോകാം. ഇതിൻ്റെ പേരാണ് N160. N160യുടെ ലുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. യൂസിനൊക്കെ എന്തായാലും വണ്ടി അട്രാക്റ്റ് ചെയ്യും. ആ ഷാമ്പയിൻ ഗോൾഡിൻ്റെ സസ്പെൻഷൻ ഫ്രണ്ടിലെ അത് വളരെ നല്ല രീതിയിൽ തന്നെ എടുത്ത് നിൽക്കുന്നുണ്ട്. വണ്ടിയുടെ ലുക്ക് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ. സോ ഈ വണ്ടിയുടെ വേരിയൻസ് നമുക്ക് ഈ വണ്ടിക്ക് ഓഫറുണ്ട്. ഓഫർ വന്നിരിക്കുന്നത് ഒരു വേരിയൻ്റാണ് ഇത്. ഈ വണ്ടി വരുന്നത് നമുക്ക് N160 നമുക്ക് 5,000 ക്യാഷ് ബാക്ക് ഓഫർ വരുന്നുണ്ട്. സോ ഇതിന് 4 വേരിയൻസ് ആണ് വണ്ടിക്ക് വരുന്നത്. ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം ഉള്ള 1,81,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അത് വിത്ത് ഓണം ഓഫർ. അതിൽ നിന്ന് വീണ്ടും നമുക്ക് 5,000 രൂപ കുറയും. എല്ലാ ആക്സസറീസും കൂടെ ചേർത്തുള്ള പ്രൈസാണ് ഇവർ പറയുന്നത്. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്സും ഇതുപോലെ ഡുവൽ ചാനൽ ABS ഇതുപോലെ മോണോഷോക്ക് സസ്പെൻഷനും എല്ലാം വരുന്നുണ്ട് N160. സോ വണ്ടി അത്യാവശ്യം നല്ല ലുക്കിൽ തന്നെയുണ്ട്. ഇനി നമുക്ക് പുറത്ത് കുറച്ച് വണ്ടികളുണ്ട്, അതൊന്ന് നോക്കാം. ഇതൊരു റെഡ് കളറാണ് RS200ൻ്റെ. അത് നമ്മൾ വൈറ്റ് കണ്ടിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിരിക്കുന്ന NS400 ആണ്. ഏറ്റവും പുതിയ വണ്ടിയാണ് NS400. സോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ NS400 വണ്ടി നമുക്ക് 2,54,000 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കാം. സിംഗിൾ വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്കിതിന് 373cc എഞ്ചിനാണ്. 40 PS പവറും അതുപോലെ 35 Nm ടോർക്കും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അതുപോലെ നമുക്ക് പലതരം റൈഡ് മോഡ്സും കാര്യങ്ങളും ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. LCD നാവിഗേഷൻ ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് DRL വരുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് നമുക്ക് നാവിഗേഷൻ സിസ്റ്റം നമുക്ക് ഇതിൽ തന്നെ കിട്ടും. നാവിഗേഷൻ സിസ്റ്റം നമുക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ ബ്ലൂടൂത്ത് കണക്ഷൻ ചെയ്തിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. സോ വളരെ കോളർ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം മ്യൂസിക് കൺട്രോൾസ് ഒക്കെ നമുക്ക് അതിൽ തന്നെ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് വണ്ടിയുടെ അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഈ വണ്ടിയാണ് നമ്മൾ ഡൊമിനാർ 400 250 വരുന്നുണ്ട്. 2 വേരിയൻസ് ആയിട്ടാണ് വരുന്നത്. ഡൊമിനാർ 400 ആണ്. ഡൊമിനാർ 400നെ കുറിച്ച് പറയുകയാണെങ്കിൽ 2,84,000 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കാവുന്ന ഒരു വണ്ടിയാണ് ഡൊമിനാർ 400. ഇതിന് പ്രത്യേകിച്ച് ഓണർ ഓഫർ ഒന്നായിട്ട് വന്നിട്ടില്ല. പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റ് ഡൊമിനാർ 250 ആണ്. ഡൊമിനാർ 250 നമുക്ക് 2,44,000 രൂപയ്ക്ക് ഇറക്കാവുന്നതാണ്. ഇതാണ് ഡൊമിനാർ 250. ലുക്കിലും കാര്യങ്ങളെല്ലാം വണ്ടി സെയിം തന്നെയാണ്, കണ്ടില്ലേ. ഡൊമിനാർ 250യുടെ ഡിസ്പ്ലേ ബാറ്ററി ഡൗൺ ആണ്. അപ്പോൾ ഇതൊന്നും കാണാൻ പറ്റില്ല. ജസ്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സോ അടുത്ത വണ്ടി നമുക്കിവിടെ CT110X ആണ് ഇവിടെ കിടക്കുന്നത്. CT110X. സോ ഇതിൻ്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 98,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഓൺ റോഡ് ഇറക്കാവുന്നതാണ്. 98,000 രൂപ. പ്രത്യേകിച്ച് ഓഫേഴ്സ് ഒന്നും ഈ വണ്ടിക്ക് നിലവിലില്ല.
നമുക്ക് ഇതിനകത്തൊരു ഫീച്ചേഴ്സും കാര്യങ്ങളും വരുവാണ്. നമുക്ക് അഡീഷണൽ കണ്ടോ മൊബൈൽ ചാർജിങ് ഫെസിലിറ്റി ഉണ്ട്. അത്യാവശ്യം മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. CT 110X 110 cc-യിലുള്ള ഒരു വണ്ടി. 98,400 രൂപയ്ക്ക് നമുക്ക് 110 cc പ്ലാറ്റിനം നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. അതിനും നിലവിൽ ഓഫേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. NS200 നമുക്കിപ്പം ഓണം ഓഫർ വന്നിട്ടുണ്ട്. 5000 രൂപയുടെ ഡിസ്കൗണ്ട് നമുക്ക് ഓണം ഓഫറായിട്ട് വന്നിട്ടുണ്ട്. വണ്ടി നോർമൽ നമുക്ക് 1,96,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വണ്ടിക്ക് വരുന്നത്. അതിൽ നിന്ന് നമുക്ക് 5000 രൂപയുടെ ഡിസ്കൗണ്ട് കഴിച്ച് നമുക്ക് 1,91,000 രൂപയ്ക്ക് വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഡിസ്പ്ലേയും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ഡബിൾ സീറ്റ്സും NS200 നമുക്ക് വരുന്നുണ്ട്. സോ ഡബിൾ സീറ്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ ഒരു സിസ്റ്റമാണ് നമുക്ക് വരുന്നത്. അതുപോലെ ഫോൺ ചാർജ് ചെയ്യാനൊരു പോർട്ടും കാര്യങ്ങളും നമുക്ക് കിട്ടും. മൊബൈൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ഫ്രണ്ടിൽ ഒരു DRL നമുക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിൽ റീസെറ്റ് ഷേപ്പുള്ള DRL. അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ് NS200. NS400-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലുക്ക് ഏകദേശം അതുപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. വണ്ടി നല്ലൊരു വണ്ടിയുമാണ്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ വിളിച്ച് ചോദിക്കേണ്ടതാണ്. അതുപോലെ വണ്ടി നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കേണ്ടതാണ്. ഇവിടെ വന്ന് നിങ്ങൾ വണ്ടി വന്ന് നേരിട്ട് കണ്ടതുപോലെ ഓടിച്ച് നോക്കി വണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. സോ ഇതുപോലെ ഇനി പുതിയ വീഡിയോ ആയി നിങ്ങളുടെ വീണ്ടും കാണുന്നവരെ ഗിരി സൈനിങ് ഓഫ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക.